ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ ആത്മീയത ധ്യാനിക്കാം. തപസ്സുകാലം വീണ്ടെടുപ്പിൻ്റെ കാലഘട്ടമാണ്. അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് തിരികെ നടക്കലിൻ്റെയും അനുഭവമാണ്. ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ കൃപയും ഇത് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലൂടെ മാനസാന്തരത്തിൻ്റെ കൃപ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിക്കപ്പെടുന്നു. പാപിനിയായ സ്ത്രീയെ യേശുവിൻ്റെ കാൽക്കൽ കൊണ്ടിട്ടിട്ട് ആ വലിയ ജനസമൂഹം മുഴുവനും ഹൃദയം കഠിനമാക്കി കല്ലുമായി നിൽക്കുന്നു, അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ. യേശുവിൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് ലഭിച്ചിട്ട് വേണം അവർക്ക് അവളുടെ വിധി നടപ്പാക്കാൻ. എന്നാൽ ക്രിസ്തു നിശബ്ദനാണ്. അവിടുന്ന് നിലത്ത് എഴുതിക്കൊണ്ടേയിരിക്കുന്നു, അവൾക്കും അവർക്കും വേണ്ടി. എന്നാൽ ഇതാ അവർ ആവർത്തിച്ച് യേശുവിനോട് ചോദിക്കുന്നു, നീ എന്ത് പറയുന്നു? മോശയുടെ നിയമപ്രകാരം ഇവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവരാണ്. നിന്റെ അഭിപ്രായം പറയുക. ക്രിസ്തു അവൾക്ക് വേണ്ടി ഒരു വാക്ക് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. നിങ്ങളിൽ പാപം ചെയ്തിട്ടില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. എറിയാൻ പറഞ്ഞാലും എറിയരുത് എന്ന് പറഞ്ഞാലും ക്രിസ്തുവിന് നേരെ കുറ്റം ആരോപിക്കാൻ കഴിയുമെന്ന ഉറപ്പോടുകൂടിയായിരുന്നു ഫരിസേയ പ്രമുഖരെല്ലാവരും ക്രിസ്തുവിന് നേരെ ഇപ്രകാരം ഒരു ചോദ്യവുമായി വന്നത്. എന്നാൽ യേശുവിൻ്റെ മറുപടി അവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവർ കല്ലുകൾ താഴെയിട്ട് തിരികെ പോയി. ഒരർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടു പോയി എന്ന് പറയാം. കാരണം എന്തെന്നോ, ഒരു നിമിഷം അവരിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി. അവളെ പാപി എന്ന് വിളിക്കുന്ന തങ്ങൾ എത്രയോ പാപിയാണ് എന്ന തിരിച്ചറിവും ആ തിരിച്ചറിവിൽ നിന്ന് തിരികെ പോകുവാനും അവർക്ക് സാധ്യമായി. യേശു ചോദിക്കുന്നു, മകളെ, ആരും നിന്നെ വിധിച്ചില്ലേ? ഞാനും നിന്നെ വിധിക്കുന്നില്ല. പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. ലോകം മുഴുവനും പാപി എന്ന് വിളിച്ച ആ പെൺകുട്ടിയെ ക്രിസ്തു മകളെ എന്ന് വിളിച്ച് ചേർത്ത് നിർത്തുകയും അവളുടെ ജീവിതത്തെ കൃപയോടുകൂടി തിരുത്തുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവൾ പാപം ചെയ്തില്ല എന്ന് മാത്രമല്ല, അവൾ ക്രിസ്തുവിനോടൊപ്പം ജീവിതയാത്ര തുടരുകയും കാൽവരിയോളം അല്ല, കാൽവരിക്കപ്പുറം ക്രിസ്തുവിൻ്റെ ശവകുടീരം അന്വേഷിച്ച് പോയ പെൺകുട്ടിയായി ലോകത്തിന് മുഴുവനും ഉദ്ധാനത്തിൻ്റെ സാന്നിധ്യവും സാക്ഷ്യവും നൽകുന്ന പെൺകുട്ടിയായും ഇവൾ രൂപാന്തരപ്പെട്ടു. അതെ, ഇതാണ് മാനസാന്തരം. ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇത് തന്നെ. ഇന്നലെ വരെ നാം എന്തായിരുന്നു എന്നതല്ല, ഇനി നാം എങ്ങനെ ആയിരിക്കുന്നു എന്നതാണ്. ഈശോയുടെ കാൽക്കൽ വീണ ഓരോ വ്യക്തിയും പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടണം. പഴയതെല്ലാം ഉപേക്ഷിക്കുവാനും ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും അവിടുത്തെ തിരുവിഷ്ടം വിശ്വസ്തയോടെ നിറവേറ്റാനും നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. ഈ വിശുദ്ധമായ തപസ്സുകാലം നമുക്ക് അനുതാപത്തോടെ, കണ്ണുനീരോടെ, കർത്താവേ, ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ കൃപയുടെ പാദാന്തികത്തിലേക്ക് തിരികെ നടക്കാം. നാം ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിൽ എത്തപ്പെട്ടാൽ യഥാർത്ഥത്തിൽ നാം രക്ഷ പ്രാപിച്ചവരും സൗഖ്യം നേടിയവരും പാപമോചനം നേടിയവരുമായി രൂപാന്തരപ്പെടും. നമ്മുടെ ജീവിതയാത്ര നിർമ്മലമാവുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.